ജലധാര സെറ്റ് സിൻസ് 1962 ഒരു കൊല്ലം മുമ്പ് ഇറങ്ങിയ പടമാണ്. അധികം പ്രമോഷനും ഓൺലൈൻ പ്രമോഷനും പിന്നെ അതേപോലെ തന്നെ ആരും അധികം സംസാരിക്കാണ്ട് ഉള്ള ഒരു സിനിമയാണ് ഇത്. ഇപ്പോൾ OTT റിലീസ് ഇറങ്ങിയതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഈ സിനിമ കണ്ടത്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല സിനിമയാണ്. നല്ല കഥയുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കഥ ഒരു കോമഡി രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത വലിയ കാസ്റ്റിംഗാണ്. ഉർവശിയുണ്ട്, പിന്നെ സനുഷ, പിന്നെ ഇന്ദ്രൻസ് ഏട്ടൻ, പിന്നെ അതേപോലെ വിജയരാഘവേട്ടൻ. അപ്പം അങ്ങനെ ഇത്തിരി കുഴപ്പമില്ലാത്ത വലിയ ക്യാരക്ടറുകളൊക്കെ ഇതിലുണ്ട്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡി രൂപത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കഥ കൊണ്ടുപോവാണ്. ഈ പടത്തിൻ്റെ പേരാണ് ഈ സിനിമയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒരു 3-4 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് മുഴുനീളം നാട്ടുകാരൻ്റെയും അവിടുത്തെ സാഹചര്യങ്ങളും ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കൂടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് ഇതെന്ന് പറയുമ്പോൾ. ഭയങ്കര സീരിയസ് ആയിട്ടാണ് കോമഡികൾ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ കോമഡികളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബ്രില്യൻസാണ്. കാരണം എഴുതിയിരിക്കുന്ന ഡയലോഗൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ്. സിനിമയുടെ ഒരു 3/4 ഭാഗം എന്ന് പറയുന്നത് കോമഡിയാണ്. ഉർവശി നന്നായിട്ടുണ്ട്, ഇന്ദ്രസേട്ടൻ നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പോലും ഇവരുടെ ഒരു പീക്ക് ലെവലിലെ അഭിനയമൊന്നും നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് പറ്റില്ല. പക്ഷേ സനുഷ വിജയൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സനുഷയുടെ ഏറ്റവും ബെസ്റ്റ് കരിയർ ബെസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഓൾ റൗണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഫാമിലിക്കുമായാലും അതേപോലെ നമ്മളെ പോലെ യങ്സ്റ്റേഴ്സിനായാലും ഒക്കെ കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു നല്ല സിനിമയാണ്. 2 മണിക്കൂർ 13 അത്ര മിനിറ്റ് മാത്രമേ ഉള്ളൂ. അധികം ലാഗൊന്നും ഇല്ലാണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഇന്ദ്രൻസൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആവും പടം. നല്ല അടിപൊളി ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് സീരിയസ് ആയിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കയറി ഇറങ്ങി പോണ ഒരു ഇതാണ്. പക്ഷേ എനിക്ക് കൂടുതൽ കോമഡി ഭയങ്കര ഇഷ്ടമായി, ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഉർവശിയുടെ കൂടെ മണി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഒരു ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ആളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സമയം പോകാനൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. OTTയിൽ ഇറങ്ങിയിട്ട് കണ്ടൊരു മോശം സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമായി, നല്ല രസമായിട്ട്. മെയിനായിട്ട് കോമഡികളാണ്, അത് എഴുതിയിരിക്കുന്ന ഡയലോഗുകളാണ്. ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ടേക്ക് കെയർ.